തന്നെയും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. MNLA ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. വധശിക്ഷ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയാണ് അനൽക സെയ്ദ്. അനൽക, എന്തായാലും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഈ വാർത്തയുടെ പിന്നിൽ തന്നെയായിരുന്നു. ഈ ഒരു സ്ഥിരീകരണം വരാൻ വേണ്ടി കാതോർത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ തലാലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മതപണ്ഡിതന്മാരുടെ ഇടപെടലിലൂടെയാണ് ഇത് സാധ്യമായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിലൂടെ സ്ഥിരീകരിക്കുന്നത്. എങ്ങനെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്? മൂന്നാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, രണ്ടാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം. അതായത് ചാണ്ടി ഉമ്മൻ MLA കാന്തപുരത്തിനെ സമീപിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പുതുപ്പള്ളി MLA ആയിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഇത്തരത്തിൽ സമീപിക്കുന്നത്. അതിനെ തുടർന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതനുമായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ മുഖേന ഇത്തരത്തിൽ ഈ വിഷയത്തിനകത്ത് നിമിഷപ്രിയയുടെ ഈ കേസിനകത്ത് ഇടപെടുന്നത്. അതിനുശേഷം തന്നെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട നോർത്ത് യമനിലെ പ്രധാനപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങളുമായും അതോടൊപ്പം തന്നെ ഗോത്ര തലവന്മാരുമായും ഈ അവിടെയുള്ള ഭരണാധികാരികളുമായും അതോടൊപ്പം തന്നെ അങ്ങനെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ ഒരു പ്രതീക്ഷയേകുന്ന വാർത്ത നൽകാൻ കഴിയും, പ്രതീക്ഷയേകുന്ന ഒരു വിവരം നൽകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കാന്തപുരം വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള യമനിലെ ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും അതോടൊപ്പം തന്നെ യമൻ ഷൂറ കൗൺസിൽ അംഗവുമായ ഈ അംഗം ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഇതിലേറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയായി. കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധു കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ തലാലിന്റെ കുടുംബത്തിനകത്ത് അത്തരത്തിൽ രണ്ട് രീതിയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ദിയാദാനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ കുടുംബത്തിനിടയിൽ അത് ദിയാദാനം സ്വീകരിച്ചുകൊണ്ട് ഈ വധശിക്ഷ ഒഴിവാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ കുടുംബത്തിനിടയിൽ രണ്ടു തരത്തിലുള്ള അഭിപ്രായം ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അതിനുശേഷം തന്നെ നമുക്കറിയാം കേരളത്തിൽ ഉൾപ്പെടെ അത്തരത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ അത്തരത്തിൽ ഇവിടെയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെയുള്ള ആൾക്കാരിൽ ഉൾപ്പെടെ എത്തിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉൾപ്പെടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മുടെ അടുത്ത് സംസാരിച്ച സമയത്ത് സൂചിപ്പിച്ച കാര്യം, ഒരു പ്രതീക്ഷയ്ക്കുന്ന വാർത്ത ഇത്തരത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ അവരെല്ലാവരും വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചയുടെ തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിന്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുകയും ചെയ്യുന്നത്. നമുക്കറിയാം യമനകത്ത് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണ സംവിധാനം നിലനിൽക്കാത്ത ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. നയതന്ത്ര അത്തരം ഇടപെടലൊക്കെ തന്നെ വളരെ പരിമിതമായ ഒരു രാജ്യത്തിനകത്താണ് ഇത്തരത്തിൽ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ഇത്തരത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് വധശിക്ഷ നീട്ടിവെക്കുന്ന കാര്യങ്ങളിലേക്ക് അത്തരം ഒരു സാഹചര്യം ഉണ്ട്. അതിനുശേഷം പിന്നീട് കുടുംബവുമായും അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റ് ഭരണാധികാരികളുമായും അതോടൊപ്പം തന്നെ ഒക്കെ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ച നടത്തുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഒരു പ്രതീക്ഷയേക്കുന്ന, അതായത് വധശിക്ഷ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷ ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു വധശിക്ഷ, നിമിഷപ്രിയയുടെ വധശിക്ഷ അല്ലെങ്കിൽ റദ്ദാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശിക്ഷ, അതായത് നിമിഷപ്രിയ പെട്ടെന്ന് മോചിതയാവില്ല. പക്ഷേ ഇതുമായി ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച പുരോഗമിക്കുകയാണ്. ചർച്ചകൾ തുടരും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതീക്ഷയേക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. സ്വാതി, അതുതന്നെയാണ് അനൽക, ഏറെ പ്രതീക്ഷ ഏകുന്ന വാർത്ത തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് പറയുമ്പോൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഈ വധശിക്ഷ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ലഭിച്ചിരിക്കുകയാണ്. കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുകയായിരുന്നു നിമിഷപ്രിയ. ശിക്ഷാ ഇളവ് ലഭിക്കുന്നതിനായി പലതരത്തിലുള്ള ഇടപെടലുകൾ ഇക്കാലയളവിലെല്ലാം നടക്കുകയും ചെയ്തു. അതിനിടയിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഉണ്ടാകുന്നതും തുടർന്ന് ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെച്ചത്.
ഇപ്പോൾ ആ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. അനിൽക്ക, ജൂലൈയിൽ 16 ഇതുപോലെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെച്ചു എന്നുള്ള വാർത്ത വരുന്നതിന് പിന്നാലെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെ. എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ അതിജീവിക്കാൻ സാധിച്ചു എന്നാണോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. വധശിക്ഷ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെച്ചത്. കാന്തപുരത്തിന്റെ ഒരു നിർണായകമായ ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ഇത്തരം നടപടികളിലേക്കൊക്കെ നീങ്ങിയത്. എന്നാൽ അതിന് പിന്നാലെ യമൻ പൗരന്റെ കുടുംബം ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിച്ചു എന്ന് തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനിൽക്ക? നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. വധശിക്ഷ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും ലഭിച്ചിരിക്കുകയാണ്. തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും യമൻ ആക്ടിവിസ്റ്റുമായ സർഹാൻ ഷംസാൻ അൽ വിസ്വാബി ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടിട്ടുണ്ട്. മതപണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടലിലൂടെ വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കി എന്നാണ് പറയുന്നത്. ജയിൽ മോചനമോ ജീവപര്യന്തമോ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. ദിയാധനം നൽകി ജയിൽ മോചനമോ അല്ലെങ്കിൽ ജീവപര്യന്തമോ മാത്രമാണ് ഉണ്ടാകുക. വധശിക്ഷ എന്തായാലും ഉണ്ടാകുകയില്ല എന്നുള്ള ഏറെ നിർണായകമായ വിവരം അതിപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ആ അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അനിൽക്ക സെയ്ദാണ് ആ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.